ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധനാ ഹർജിയിന്മേലുള്ള വാദം ഏപ്രിൽ 7-ന് സുപ്രീംകോടതിയിൽ ആരംഭിക്കും. കൂടുതൽ യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ജൈവകൃഷി സഹായിച്ചതായി മന്ത്രി പി പ്രസാദ്. വൈഗ കാർഷിക മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് തുടർച്ചയായ വർധനയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. എറണാകുളം ജില്ല മുന്നിൽ. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണ തോത് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ICC പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ UAE അഫ്ഗാനിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് 5 ദിവസത്തെ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. 13 രാജ്യങ്ങളുടെ പവലിയനുകൾ പ്രദർശന മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്നീ 3 ആശയങ്ങളിലാണ് പ്രദർശനം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജിയിന്മേലുള്ള വാദം ഏപ്രിൽ 7-ന് സുപ്രീംകോടതിയിൽ ആരംഭിക്കും. 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. പുനഃപരിശോധനയെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെ വാദം ഏപ്രിൽ 7 മുതൽ 9 വരെയും എതിർക്കുന്നവരുടേത് 14 മുതൽ 16 വരെയും കേൾക്കും. വാദം 22-ന് മുൻപ് പൂർത്തിയാകുമെന്നും കോടതി അറിയിച്ചു. നവീന കാർഷിക രീതിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ്. തിരുവനന്തപുരത്ത് നടക്കുന്ന വൈഗ കാർഷിക മേളയുടെ ഭാഗമായുള്ള കർഷക പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിയിൽ കൃഷി ഉൾപ്പെടുത്തിയതും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും കൂടുതൽ യുവജനങ്ങളെ കൃഷിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതായി മന്ത്രി പറഞ്ഞു. കൃഷി സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതും അഗ്രി വോളണ്ടിയർമാർ, അഗ്രി കഡറ്റ് ക്രോപ്പ് സംവിധാനവും യുവതലമുറയിലെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കുന്നു. 150-ലധികം അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകൾ കാർഷിക മേഖലയിലെ സംരംഭകത്വത്തിന് പിന്തുണ നൽകുന്നുണ്ട്. വയനാട്ടിൽ നെതർലാൻഡ് സഹായത്തോടെ 13.18 കോടി രൂപ ചെലവിൽ സെന്റർ ഫോർ എക്സലൻസ് സ്ഥാപിച്ചതും കൂടുതൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതും നവീന കൃഷിരീതികൾക്ക് കർഷകരെ പ്രാപ്തരാക്കുവാൻ സാധ്യമാകുന്നു. വൈഗ കാർഷിക മേളയുടെ സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം വേൾഡ് മാർക്കറ്റ് മൈതാനത്ത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം പിശകുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് ഭേദിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-ലെ കണക്ക് പ്രകാരം 2,58,80,365 സഞ്ചാരികൾ കേരളത്തിലെത്തി. വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ എറണാകുളം ജില്ലയാണ് മുന്നിലെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന മ്യൂസിയം വകുപ്പ് കണ്ണൂർ പെരളശ്ശേരിയിൽ ആരംഭിക്കുന്ന AKG മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 2 നിലകളിലായി 6 ഗാലറികളിലാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക മിനി തിയേറ്റർ, AKGയുടെ ദീർഘകായ പ്രതിമ, മിനിയേച്ചറുകൾ, പ്രശസ്ത വ്യക്തികളുമായുള്ള അഭിമുഖം, സമരങ്ങളുടെ പുനരാവിഷ്കാരം, ഡോക്യുമെന്റേഷൻ സംവിധാനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഭിന്നശേഷിക്കാർക്കുൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയാണ് സജ്ജമായിട്ടുള്ളത്. അഞ്ചരക്കണ്ടി പുഴയോട് ചേർന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത 3.5 ഏക്കറോളം സ്ഥലത്താണ് മ്യൂസിയം സ്ഥാപിച്ചത്. 12 കോടി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. അതേസമയം അവശ്യ ആരോഗ്യ സേവനങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരായി. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ജയശ്രീ നേരത്തെ ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നു. ഗുരുതര ആരോഗ്യസ്ഥിതി പരിഗണിച്ച് സുപ്രീംകോടതി ഇവരുടെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. NDA സംസ്ഥാന നേതൃത്വ ക്യാമ്പ് കൊച്ചിയിൽ ആരംഭിച്ചു. കളമശ്ശേരി ചാക്കോളാസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ക്യാമ്പ് NDA സംസ്ഥാന ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തും. രാവിലെ ജില്ലാ അതിർത്തിയായ നീലിയാട് യാത്രയ്ക്ക് സ്വീകരണം നൽകി. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയുടെ വടക്കൻ മേഖലാ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ വൈകിട്ട് നടക്കുന്ന സ്വീകരണത്തോടെ ഇന്ന് സമാപനമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131-ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് വികിരണ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഒരു റിപ്പോർട്ട്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സാധാരണയായി അനുഭവപ്പെടാറുള്ള ഉയർന്ന UV സൂചിക ഇത്തവണ ഫെബ്രുവരി പകുതിയോടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി. സൂചിക 8 മുകളിലേക്ക് എത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. അതിനാൽ പൊതുജനങ്ങൾ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കുകയും ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയുമാണ് പകൽച്ചൂടിനെ പ്രതിരോധിക്കുന്നതിനുള്ള പോംവഴി. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ICC പുരുഷ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ UAEക്കെതിരെ അഫ്ഗാനിസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ UAE 18 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസ് നേടി. ഇന്ന് നടക്കുന്ന മറ്റു മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ഇറ്റലിയെയും ശ്രീലങ്ക ഓസ്ട്രേലിയയെയും നേരിടും. വിഷൻ 2031 കോൺഫറൻസിൽ ഇന്ന് തിരുവനന്തപുരത്ത് 8 വേദികളിലായി 18 വിഷയാധിഷ്ഠിത സെഷനുകളിൽ ചർച്ചകൾ നടക്കും. ഉച്ചയ്ക്ക് 1 മണിവരെയും 3 മണി മുതൽ 6 വരെയുമാണ് സെഷനുകൾ. വിഷൻ 2031 സമാപന സമ്മേളനവും മതനിരപേക്ഷത, ജനാധിപത്യം, സംവേദനാത്മക സർക്കാർ എന്ന വിഷയത്തിൽ സെമിനാറും നാളെ നടക്കും. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട നാളെ രാത്രി 10-ന് അടയ്ക്കും. ഇന്ന് വൈകിട്ട് സഹസ്രകലശ പൂജ നടക്കും. സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പിതൃമോക്ഷ പുണ്യം തേടി ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിൽ 10,000 പങ്കാളികളായി. രാത്രി 12-ന് ശിവരാത്രി വിളക്ക്, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്നാണ് ബലിതർപ്പണം ആരംഭിച്ചത്. റംസാൻ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വൈകുന്നേരം പാളയം ജുമാ മസ്ജിദിലാണ് യോഗം. വ്രതാരംഭവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊള്ളുമെന്ന് പാളയം ഇമാം VP ഷുഹൈബ് മൌലവി അറിയിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല വാർത്താ ലാബ് നാളെ ഇടുക്കിയിലെ കുമളിയിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നയിക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് PIB മാധ്യമ ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, പ്രസാർഭാരതി.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 85 പോയിന്റ് ഉയർന്ന് 82,711-ലും നിഫ്റ്റി 34 പോയിന്റ് നേട്ടത്തിൽ 25,504-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 960 രൂപ കുറഞ്ഞ് 1,14,720 രൂപയും ഗ്രാമിന് 14,340 രൂപയുമാണ് ഇന്നത്തെ വില. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. നിർമ്മാണം പൂർത്തിയായ വിവിധ ജില്ലകളിലെ 27 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ രാജൻ നിർവഹിക്കും. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി റവന്യൂ ടവറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ VK പ്രശാന്ത് MLA അധ്യക്ഷനാകും. സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസുകളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിന് ആധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ നിർമ്മിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധന ഹർജിയിന്മേലുള്ള വാദം ഏപ്രിൽ 7-ന് സുപ്രീംകോടതിയിൽ ആരംഭിക്കും. കൂടുതൽ യുവജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ ജൈവ കൃഷി സഹായിച്ചതായി മന്ത്രി P. പ്രസാദ്. വൈഗ കാർഷിക മേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് തുടർച്ചയായ വർധനയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എറണാകുളം ജില്ല മുന്നിൽ. സംസ്ഥാനത്ത് അൾട്രാ വയലറ്റ് വികിരണ തോത് ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ICC പുരുഷ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ UAE അഫ്ഗാനിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.